നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്, പിന്നെ വാരാണസി ഗ്യാൻവാപ്പി മസ്ജിദ്, ഇപ്പോഴിതാ സംഭൽ ഷാഹി ജുമാ മസ്ജിദ്. പക്ഷേ സംഭലിലെ സ്ഥിതി കുറച്ചുകൂടി രൂക്ഷമാണ്. വേറൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സർവേക്ക് വന്ന ഉദ്യോഗസ്ഥരെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുമായി സംഘർഷമുണ്ടാകുന്നു, വെടിവെപ്പുണ്ടാകുന്നു, 5 പേർ മരണത്തിന് കീഴടങ്ങുന്നു. അജിംസ്, ഈ സർവേ തന്നെ നമുക്കറിയാം, കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഈ സർവേ നടക്കുന്നത്. അതിൽ തന്നെ ഉണ്ട് ആളുകളുടെ പ്രതിഷേധം. കാരണം ഏതോ കാലത്തുണ്ടായ ഒരു പള്ളി, ആ പള്ളിക്ക് പിന്നിൽ അല്ലെങ്കിൽ മുമ്പ് അവിടെ ക്ഷേത്രമായിരുന്നു എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. പെട്ടെന്നൊരു സർവേ വരികയും അത് ആളുകളെ വല്ലാതെ പ്രകോപിതരാക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? പ്രകോപിതരാവുക സ്വാഭാവികമാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഈ ആരാധനാലയങ്ങളുടെ ഡിസ്പ്യൂട്ട് സംബന്ധിച്ച്. അത് ഗ്യാൻവാപ്പി മസ്ജിദ്, ബാബരി മസ്ജിദ് തർക്കം, അതൊരു സിവിൽ കേസാണല്ലോ. ആ തർക്കം എങ്ങനെയാണ് സുപ്രീം കോടതി പരിഹരിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു ജുഡീഷ്യൽ ജഡ്ജ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഒരു എന്താണ് പറയുക, ആർബിട്രേഷൻ എന്നോ അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷൻ എന്നോ സമവായം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒന്നാണ്. അവിടെ ഒരു അമ്പലം പണിയായിട്ട് നിങ്ങൾ കുറച്ച് മാറി പള്ളി പണിയും എന്നാണ്. അതല്ലാതെ ഒരു നിയമപരമായ ഒരു പരിഹാരമല്ലല്ലോ അത്. അതേക്കുറിച്ച് ആ ബെഞ്ചിലുണ്ടായിരുന്ന പിന്നീട് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രയോട് പറഞ്ഞത് ദൈവം ഞങ്ങൾക്കൊരു വഴി കാണിച്ചതെന്നാണ്. അപ്പോൾ അതൊരു നിയമപരമായ പരിഹാരമല്ല, ദൈവികമായ പരിഹാരമാണ് അക്കോർഡിംഗ് ടു CJI. അങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ കോടതികൾ നടക്കുന്നത്. അദ്ദേഹം ചെയ്ത ഈ ജസ്റ്റിസ് ചന്ദ്രനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിരമിക്കുന്ന സമയത്ത് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് പ്രധാനപ്പെട്ട നിയമ വിദഗ്ധരും എല്ലാവരും പ്രകടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിധികളെക്കുറിച്ച്. ഒരേ സമയം പുരോഗമനപരം എന്നും അതേസമയം തന്നെ രാജ്യത്തിൻ്റെ പൊളിറ്റിയിൽ വലിയ തോതിലുള്ള ആഘാതങ്ങൾ ഉണ്ടാകുന്ന ചില വിധികളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, നടപടികളും. അതിലൊന്നായിരുന്നു ഗ്യാൻവാപ്പി മസ്ജിദിൽ സർവേ നടത്താനുള്ള അനുമതി. കാരണം പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലനിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ അന്ന് തന്നെ പലരും ഉന്നയിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസ് ചന്ദ്രയോട് അന്ന് ചെയ്തു വെച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ് പറയുക, ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കലായിരുന്നു. ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. അതോടുകൂടി അതിപ്പോൾ സുപ്രീം കോടതി ഉന്നത നീതിപീഠം എന്ന നിലയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് താഴേക്കടയിലുള്ള കോടതികളിലേക്കാണ്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം എത്ര ഡിസ്പ്യൂട്ടാണ് ഇതുപോലെ ഉയർന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ സംഭലിലെ കേസ് വരുന്നത്. സംഭലിലെ ഷാഹി ജുമാ മസ്ജിദിലെ ക്ലെയിം ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. നവംബർ 19 ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. അവിടെ ഒരു 16-ാം നൂറ്റാണ്ടിൽ ഒരു ഹരിഹര ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രം പൊളിച്ചാണ് ബാബർ അവിടെ ആ പള്ളി പണിതത് എന്നാണ് ഈ ഇതിൽ പറയുന്ന കാര്യം. ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ പള്ളി എന്ന് പറഞ്ഞാൽ എത്ര നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളിയാണ്, മുഗൾ ഭരണകാലത്തെ പള്ളിയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് 1920-ലോ 30-ലോ തന്നെ ഇതൊരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മോണ്യുമെൻ്റായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്, അത്രയും പഴക്കമുള്ളൊരു കെട്ടിടം എന്ന നിലയിൽ. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ആ പള്ളി ഉള്ളത്. ഈ പെറ്റീഷനിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ഒന്ന്, അവിടെ സർവേ നടത്തി മുമ്പ് ഉണ്ടായിരുന്ന അമ്പലം ഉണ്ടോ, അമ്പലം എവിടെയെന്ന് കണ്ടുപിടിക്കണം. 2, ആ അമ്പലത്തിൽ ആരാധിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. 3, ഇപ്പോൾ നിലനിൽക്കുന്ന പള്ളി, അവിടെ വേറെ പള്ളി പണിയെന്നുള്ളതല്ല ആവശ്യം, നിലനിൽക്കുന്ന ആ കെട്ടിടം ASIയുടെ കീഴിലുള്ള ഒരു മോണ്യുമെൻ്റ് ആണെന്ന നിലയ്ക്ക് ASI ആക്ടിലെ റൂൾ 5 പ്രകാരം അവിടെ പൊതുജനത്തിന് ആക്സസ് കൊടുക്കണം എന്നുള്ളതാണ്. പുരാവസ്തുക്കളിൽ പൊതുജനങ്ങൾക്ക് സന്ദർശകരായിട്ട് പോകാമല്ലോ. അങ്ങനെയാണ് ഈ പെറ്റീഷനുള്ളത്. അപ്പോൾ ഈ പെറ്റീഷൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 91-ലെ നിയമപ്രകാരം തന്നെ ഇത് ഫയൽ സ്വീകരിക്കാൻ പറ്റില്ല, ആവശ്യം ഫയൽ സ്വീകരിക്കാൻ പറ്റില്ല. എന്നിരിക്കെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ജസ്റ്റിസ് ചന്ദ്രയുടെ ഗ്യാൻവാപ്പി വിധിയെ ഉൾക്കൊണ്ടുകൊണ്ട് കീഴ്ക്കോടതികൾ, അവിടെ ഒരു കീഴ്ക്കോടതി അതിന് അനുമതി കൊടുക്കുകയാണ്. സർവേ അത് നവംബർ 19 ഇത് കൊടുക്കുന്നു. നവംബർ 24-ാം തീയതി ഈ കീഴ്ക്കോടതി വിധി പറയുന്നു. വിത്തിൻ അവേഴ്സ് ഈ ഉദ്യോഗസ്ഥർ അവിടെ സർവേക്ക് എത്തുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഇല്ല. അതൊരു കോടതി ഒരു കോർട്ട് കമ്മീഷണർ നിയോഗിക്കുന്നു. ആ നിയോഗിച്ച് ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്ക് തന്നെ വൈകുന്നേരം 6:15 അവിടെ ഇവർ സർവേക്ക് വേണ്ടി എത്തുന്നു. അങ്ങനെ ഒരു ധൃതി ഒരു അസ്വാഭാവികമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോടതി ഉത്തരവിട്ടാൽ നാളെ രാവിലെ പോയാലും മതി. പക്ഷേ ഉത്തരവിട്ട് കോർട്ട് കമ്മീഷണർ നിയോഗിച്ച് വിത്തിൻ അവേഴ്സ് അവിടെ ആളെത്തുന്നു. രാത്രി ഒന്ന് ചെയ്യുന്നു, പിന്നെ അത് പോരാഞ്ഞിട്ട് അടുത്ത ദിവസം പകലും വരും. 6:15 അവരവിടെ എത്തുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അതിലൊരു ധൃതിയും ഒരു ആലോചനയും അതിലുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. മറ്റൊന്ന്, അവിടെ ഇവരെത്തുമ്പോൾ ഇവരുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുക എന്താണ് സംഭവം എന്ന് ഈ വന്ന ഉദ്യോഗസ്ഥരോട് അവിടുത്തെ നാട്ടുകാർ, പള്ളിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, അവർ ചോദിക്കുകയാണ്. ഈ സ്ഥലം സംഭൽ എന്ന് പറഞ്ഞ സ്ഥലം ഒരു 70% മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ആണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു യു പിയിലെ ഒരു സ്ഥലമാണെങ്കിൽ പോലും വർഗീയ കലാപങ്ങളോ വർഗീയ കലുഷ്യങ്ങളോ ഇല്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അവിടെ ഉണ്ടായിട്ടില്ല കാര്യമായ. പക്ഷേ ഈ പള്ളിയിലുള്ള ക്ലെയിം അത് കുറേ നാളുകളായിട്ട് ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. 1974 മറ്റോ ഈ ക്ലെയിമിൻ്റെ ഭാഗമായി കുറച്ച് സന്യാസിമാരോ മറ്റോ അവിടെ ജലാഭിഷേകം നടത്താൻ വേണ്ടി വരികയും ആ പള്ളിക്കകത്ത് അത് പിന്നീട് ചെറിയൊരു സംഘർഷം ഉണ്ടാകുകയും ഒരു മുസ്ലിം പണ്ഡിതൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവിടെ. അതല്ലാതെ വേറെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ഉള്ള സ്ഥലമേ അല്ല, പുറത്തുനിന്ന് ആളുകൾ വന്നുണ്ടാകുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മറ്റൊന്ന്, അങ്ങനെയുള്ള സ്ഥലം അത് മാത്രമല്ല, സംഭലിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഈ എല്ല് അതുപോലെ മൃഗങ്ങളുടെ കൊമ്പ് ഇതിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്നൊരു ബിസിനസ് കേന്ദ്രം കൂടിയാണത്. ആ ബിസിനസ് കോഎക്സിസ്റ്റിംഗ് ആയിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ കോഎക്സിസ്റ്റിംഗ് ആയിട്ട് നടത്തുന്നതാണ്. ആ ബിസിനസ്സിൽ ഇരു വിഭാഗങ്ങളും പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലം തന്നെയാണത്. ഈ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണത്. അപ്പോൾ ഇത് പുറത്തുനിന്നുള്ളവരാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പുറത്തുനിന്ന് ഈ മറ്റേ ഗ്യാൻവാപ്പി കേസിലെ ഒരു അഭിഭാഷകൻ തന്നെയാണ് ഈ കേസിലും ഹർജിക്കാരനായിട്ട് വരുന്നതെന്ന് കൂടി ആലോചിക്കുക. അപ്പോൾ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ആളുകൾ ചോദ്യം ചെയ്യുന്നു, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അവിടെ കല്ലേറുണ്ടാകുമ്പോൾ ആ കല്ലേറിനെതിരെ എന്ന പേരിൽ പോലീസ് വെടിവെക്കുന്നു, 5 പേർ മരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് കല്ലേറുണ്ടാവുന്നുള്ളത് മുമ്പ് കുറേ ഉദാഹരണങ്ങൾ ഈ യു പിയിലൊക്കെ ഉണ്ട്. അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെ നടക്കുന്ന കാര്യമാണത്. അതിനെതിരെ ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട് പോലീസ്. ആ കല്ലേറിൻ്റെ ഗൂഢാലോചന നടത്തി അവിടുത്തെ MP ആണ്, അവിടുത്തെ MLA യുടെ മകനാണെന്ന് പറഞ്ഞിട്ട്. MP എന്ന് പറയുന്ന സിയാവുർ റഹ്മാൻ ബുർക്ക് എന്ന് പറയുന്നയാൾ, അദ്ദേഹം യു പിയിൽ പോലും ഇല്ല, എന്നാൽ സംസ്ഥാനത്ത് അദ്ദേഹം ബാംഗ്ലൂരായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഒരു മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ഇത് അറിയുന്ന പോലില്ല ഈ സംഭവം. ബാംഗ്ലൂരിൽ നിന്നാണെന്ന് അറിയുന്നത്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അതിൽ കേസിൽ പ്രതിയാണ്. അപ്പോൾ ഇതിനൊരു നിയതമായ പാറ്റേൺ ഉണ്ട്. ഇതെന്ത് നടക്കണം, അവിടെ എന്ത് സംഭവിക്കണം, ആർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതൊക്കെ കൃത്യമായ പാറ്റേൺ അവിടെയുണ്ട്. അതുകൊണ്ടാണെന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ആരോപിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദി UP സർക്കാരും യോഗി ആദിത്യനാഥ് ഭരണകൂടമാണെന്ന് ആരോപിക്കുന്നത്. ഞാൻ പറയുന്നത് ഇനിയും ഈ പ്രശ്നം ഇപ്പോൾ ആ പള്ളിയുടെ കമ്മിറ്റിക്കാർ അവർ ഉയർന്ന കോടതികളിൽ പരാതിയുമായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് സ്റ്റേ ചെയ്തേക്കാം, ആ സർവേ സ്റ്റേ ചെയ്തേക്കാം, ചിലപ്പോൾ സർവേ നടന്നേക്കാം, നമുക്കറിയില്ല. സർവേ നടത്തി റിപ്പോർട്ട് കൊടുത്തു. അല്ല, ഞാൻ പറയുന്നത് എക്സ്കവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നേക്കാം, നമുക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇവിടെ തീരില്ല എന്നുള്ളതാണ്. ഇത്തരം മോന്യൂമെൻറ്റ്സ് ധാരാളം ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലുണ്ട്, ഇന്ത്യ ഒട്ടാകെയുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. ഇങ്ങനെ ഓരോ കീഴ്ക്കോടതിയും ഈ നിയമം നിലനിൽക്കെ 91 നിയമം നിലനിൽക്കെ ഓരോ കോടതിയും ഇത്തരം പെറ്റീഷൻസ് ഫയൽ സ്വീകരിക്കാൻ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? രാജ്യത്തെ തകർക്കുന്ന ഒരു നടപടിയായി മാറും. അതാണ് ഇന്ന് സമാജ്വാദി പാർട്ടി കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തെ തകർക്കുന്ന നടപടിയാണ്. കാരണം പഴയ കാലത്ത് നടന്ന കാര്യങ്ങളെ സ്വാതന്ത്ര്യത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്പ്യൂട്ട് ചെയ്യാം. ഈ പുരാവസ്തുക്കളിൽ മാത്രമല്ല, ഇപ്പോൾ നൗഫൽ താമസിക്കുന്ന ഒരു വീട് പണ്ടൊരു ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുക്കുകയാണ്, എന്നാൽ അവിടെ എക്സ്കവേഷൻ ചെയ്തോളാം. ആർക്കൊക്കെതിരെ എന്തെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും? ഏത് തരം സ്ഥാപനങ്ങളെയും വീടുകളെയും എന്ത് തരം സ്ഥാപനങ്ങളെയും കൃഷിയിടങ്ങളെയും എല്ലാം ഈ അർത്ഥത്തിൽ എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റും. മുമ്പ് അങ്ങനെ ഒന്നുണ്ടായിരുന്നു എന്ന് ഞങ്ങളുടെ ഏതെങ്കിലും പുരാണ ലിഖിതങ്ങളിലുണ്ട്. അപ്പോൾ ഈ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മന്ദിരത്തെക്കുറിച്ചുള്ള ഐതിഹ്യമായിട്ട് ഈ പെറ്റീഷനിൽ പറയുന്നൊരു കാര്യം, ഇത് ഹരിഹര മന്ദിരമാണ്. ഹരിഹരൻ എന്ന് പറഞ്ഞാൽ, ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു, ഹരൻ ശിവൻ. അപ്പോൾ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഒരു വിഗ്രഹം അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടു എന്നാണ് ക്ലെയിം. അത് മാത്രമല്ല, ഈ ഹരിഹര ക്ഷേത്രം ഇവരുടെ ക്ഷേത്രമല്ല, ഹരിയുടെയും ഹരൻ്റെയും ക്ഷേത്രമല്ല, പകരം കൽക്കിയുടെ ക്ഷേത്രവുമാണ്. അപ്പോൾ കൽക്കിയുടെ ക്ഷേത്രമാണ്. അവിടെ നിന്ന് ഹരിഹരൻ്റെ വിഗ്രഹം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഹരിഹര ടെമ്പിൾ എന്ന് പറയുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ അതൊക്കെ പണ്ട് ഏതോ പുരാണ ലിഖിതങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് എന്ത് ലിഖിതമാണെന്നൊന്നും കോടതിയിൽ അവർ കൊടുത്തിട്ടില്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ക്ലെയിം വെച്ചിട്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, അതായത് 14,000 വർഷത്തെ നാഗരിക സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് ഏതോ വർഷങ്ങളിൽ എന്തൊക്കെയോ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എക്സ്കവേഷൻ നടക്കേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് ഒരാൾ ക്ലെയിം ചെയ്യുകയാണെന്നിരിക്കട്ടെ. ഇന്ത്യൻ പാർലമെൻറ്റ് പണിതിട്ടുള്ളത് പുരാതന കാലത്ത് ഒരു ക്ഷേത്രത്തിൻ്റെലാണ്, ഞങ്ങളുടെ ഐതിഹ്യമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പുരാണ ലിഖിതങ്ങളുണ്ട്, അത് പൊളിക്കണമെന്ന് പറഞ്ഞ ഒരാൾ പെറ്റീഷൻ കൊടുക്കുകയാണ്. എന്ത് ചെയ്യും? പൊളിച്ചു നോക്കേണ്ടി വരുമോ? അപ്പോൾ ഇത് രാജ്യത്തെ എവിടെയും ബാധകമാകാവുന്ന, രാജ്യത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു നടപടിക്രമത്തിനാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അന്ന് തുടക്കം കുറിച്ചത്. അതിൻ്റെ
പ്രതിഫലനമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സംഭലിൽ തീരില്ല, ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും ഇതിനി ആവർത്തിക്കും. പക്ഷേ അതിപ്പോൾ സംഭരിലിപ്പം ഇത് സർവേ നടത്തുക മാത്രമല്ലല്ലോ, അതൊരു വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഈ സംഘർഷം എന്ന് പറയുന്ന 5 ആൾ മരിക്കുന്ന അവസ്ഥയിലൊക്കെ കാര്യങ്ങളെത്തി. അതോടൊപ്പം തന്നെ അവിടുത്തെ MP-ക്കെതിരെ കേസെടുക്കുന്നു, മസ്ജിദ് പ്രസിഡൻറ്റിനെതിരെ കേസെടുക്കുന്നു നടക്കുന്നു. പക്ഷേ സമാജ്വാദി അഖിലേഷ് യാദവ് പ്രതികരിച്ചത് ഇത് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വേലയാണ് എന്നൊക്കെയാണ് പ്രതികരിച്ചത്. പക്ഷേ യഥാർത്ഥ വിഷയം എന്താണെന്ന് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം കൂടിയുണ്ടോ? ഇല്ല, ഒന്നാമത്തെ പ്രശ്നം ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ശരിയേതാണ് തെറ്റേതാണെന്ന് പറയാതിരിക്കാനാണ് പ്രധാനപ്പെട്ട കക്ഷികൾ പലതും ശ്രമിക്കുക. അവർ വേറെ ചില കാര്യങ്ങളായിരിക്കും പറയുകയും ചെയ്യുക. അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യം. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ട ഉത്തർപ്രദേശിലെ BJP കുറച്ച് ദുർബലപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ഒരു മന്ദിരം അവിടെ നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷവും ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് പുതിയൊരു മന്ദിരം നിർമ്മിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാവുകയും വോട്ട് വരികയും ചെയ്യുമെന്ന് വിചാരിച്ചാൽ അതില്ലാതായി എന്നാണ് അവരുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. കാരണം ബാബരി മസ്ജിദിനെ മുൻനിർത്തിയുള്ള ഭയപ്പാടുണ്ടാക്കലും സംഘർഷങ്ങളും മാത്രമേ വോട്ട് തരൂ. അത് പൊളിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു നിർമ്മിതി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതുവഴിയുള്ള വോട്ടിൻ്റെ വരവ് നിൽക്കുമെന്ന് മനസ്സിലാവുന്നവർ അത്തരം നിരന്തരമായ തർക്കങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ആളുകളെ അപായപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ ഭയജനകമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. ആ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോവേണ്ടതുണ്ട്. ക്ഷേത്രങ്ങൾ നിർമ്മിക്കലല്ല, പൊളിക്കലുകളെക്കുറിച്ച് സംസാരിക്കലാണ് പ്രധാനമെന്ന് അവർ വിചാരിക്കുന്നു. നിർമ്മിക്കുന്നതിനെക്കുറിച്ചല്ല അവർക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സ്ഥലത്തൊരു സംഘർഷം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ അവർക്ക് മുമ്പിലുള്ള ഈസിയായ മാർഗ്ഗം ഇതാണ്. അവിടെയുള്ള ഏതെങ്കിലും പള്ളിക്ക് മേലെ അവകാശവാദം ഉന്നയിക്കുക. ഇപ്പോൾ പറ്റും. കാരണം സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ പോലെ CJ ആയിരുന്ന ചന്ദ്രചൂഡ് ഒരു പുതിയ ഗുരുതരവും അപകടകരവും നിയമവിരുദ്ധവുമായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇവിടെയുള്ള ഓരോ മസ്ജിദും പള്ളിയും ആരുടേതാണോ അതിൽ മറ്റാർക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നാണ് 1991 നമ്മൾ നിയമം ഉണ്ടാക്കിയത്. ആ നിയമപ്രകാരം ബാബരി മസ്ജിദിന്മേൽ തർക്കം അതിന് മുമ്പേ തുടങ്ങിയതാണ്. അതൊഴികെ ബാക്കി ഒരു പള്ളിയുടെയോ മസ്ജിദിൻ്റെയോ ക്ഷേത്രത്തിൻ്റെയോ ചർച്ചിൻ്റെയോ മേൽ ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല. അതാണ് നിയമം. ഏതെങ്കിലും ആൾ അത്തരമൊരു അവകാശവാദവുമായി കോടതിയിൽ വന്നാൽ അത് പരാതി നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് നിയമപ്രകാരം ഇങ്ങനൊരു പരാതി തരാനോ ഹർജി ഉന്നയിക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കണം. പക്ഷേ സുപ്രീം കോടതി എന്ത് ചെയ്തു? അങ്ങനെയല്ല, ഇങ്ങനെ ആവശ്യപ്പെടാൻ കഴിയും, സർവേ നടത്താൻ കഴിയുമെന്ന് പറഞ്ഞൊരു കീഴ്വഴക്കം ഉണ്ടാക്കി. അപ്പോൾ ഇന്ത്യയിൽ എവിടെയും ആർക്കും ഇത് ഉന്നയിക്കാൻ കഴിയുമെന്ന പ്രശ്നം ഉണ്ടാകും. അതിൻ്റെ ആത്യന്തികമായ ഗുണഭോക്താവ് ആരാണ്? BJP ആണ്. BJP ആവട്ടെ ഉത്തർപ്രദേശിലെ ദുർബലാവസ്ഥ പരിഹരിക്കാനും ആളുകളെ കമ്മ്യൂണിറ്റി ഡിവൈഡ് ചെയ്യാനും അതിൻ്റെ പരമാവധി സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാമത്തത് കോടതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ ഇത് എൻ്റെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിത് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പരിശോധിക്കാൻ പറയാൻ കോടതിക്ക് ഈ നിയമപ്രകാരം അല്ലെങ്കിലും കഴിയില്ല. അതായത് കോടതിയുടെ മുമ്പിൽ വേണ്ടത് തെളിവുകളാണ്. അപ്പോൾ കോടതിയിൽ പോയി ഞാൻ പറയുകയാണ് ഈ കാണുന്ന മസ്ജിദ് ഞങ്ങളുടെ അമ്പലമാണ്, ഞങ്ങളുടെ ക്ഷേത്രമാണ്, ഞങ്ങളുടെ ചർച്ചാണെന്ന് പറഞ്ഞാൽ കോടതി ആദ്യം ചോദിക്കേണ്ട ചോദ്യം അതിന് നിങ്ങളുടെ കയ്യിലുള്ള പ്രാഥമികമായ തെളിവ് എവിടെ? പ്രാഥമികമായ എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവന്നാൽ ആ തെളിവിന്മേലൊരു തുടർ പരിശോധനയ്ക്കാണ് കോടതിക്ക് ഉത്തരവിടാൻ കഴിയുക. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ വേദങ്ങളിലോ ഞങ്ങളുടെ പുസ്തകങ്ങളിലോ അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ ആ സംശയത്തിൻ്റെ മേൽ പരിശോധിച്ച് അവർക്ക് തെളിവുണ്ടാക്കി കൊടുക്കൽ കോടതിയുടെ ഉത്തരവാദിത്വമല്ല, സംശയിക്കുന്ന ആൾ. അപ്പോൾ അവർ പറയാണ് പരിശോധിച്ചാൽ തെളിവ് കിട്ടും. അവരെ പരിശോധിച്ച് തെളിവുണ്ടാക്കി കൊടുക്കലാണോ കോടതിയുടെ ബാധ്യത? നോ. കോടതിയുടെ ബാധ്യത അത് അവരുടേതാണ് എന്ന് തെളിവുകളുമായി മുൻനിർത്തിക്കൊണ്ട് അവർ ആവശ്യപ്പെട്ടാൽ അതിന്മേലൊരു പരിശോധന നടത്തുക, അതിന്മേൽ വാദപ്രതിവാദങ്ങൾ കേൾക്കുക, തീരുമാനം ഉണ്ടാക്കുക എന്നുള്ള കോടതി ഉത്തരവാദിത്വം. ഇങ്ങനെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നൗഫൽ താമസിക്കുന്ന വീട് എൻ്റെ ആണെന്ന് അയൽവക്കത്തെ ആൾ ആവശ്യപ്പെട്ട് വരുന്നു. എന്താണ് കാര്യം? ഞാനങ്ങനെ സംശയിക്കുന്നു, എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ ശരി, എന്നാൽ നൗഫലിൻ്റെ വീട് കുഴിച്ച് പരിശോധിക്കുക എന്ന് കോടതി പറയണോ? നിങ്ങളുടേതാണ് എന്ന് പറയുന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? അതാണ് കോടതി ആദ്യം ചോദിക്കേണ്ട ചോദ്യം. ആ ചോദ്യം ഇവിടെ ചോദിക്കപ്പെടുന്നില്ല. ആരെന്ത് ആവശ്യവുമായി പോയാലും ശരി കുഴിച്ചേക്കൂ എന്ന് പറയാണ് കോടതി. അപകടകരമായ കീഴ്വഴക്കമാണ്. നേരത്തെ പറഞ്ഞ പോലെ എവിടെയും ആർക്കും പരാതി കൊടുക്കാനും ആർക്കും എവിടെയും കുഴിക്കാനും കഴിയുന്ന ഗുരുതരമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ CJയെക്കുറിച്ച് പറയുമ്പോഴാണ് അവർക്ക് ഏറ്റവും പ്രധാന സംഗതി അവിടെ കിടക്കുന്നു. CJയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് പ്രധാനപ്പെട്ട വിധിപ്പുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്ത്യൻ നീതിന്യായ ലോകത്തിൻ്റെ കയ്യടി അല്ലെങ്കിൽ ഏറ്റവും താഴെക്കിടക്കാരായ മനുഷ്യരുടെ പ്രീതി പിടിച്ചു പറ്റിയ ആളാണ്. പക്ഷെ അദ്ദേഹം അവസാന കാലത്ത് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ അപകടകരമാണെന്ന് കാര്യം തർക്കമില്ല. ഈ എന്താണ് ഈ മസ്ജിദ്, അതായത് ഇപ്പം ശിവലിംഗം കണ്ടു എന്ന് പറഞ്ഞ മസ്ജിദ് ഏതാണ്? ഗ്യാൻവാപ്പി മസ്ജിദിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം അങ്ങേയറ്റം അപകടകരമായ ഒരു ഗുരുതരമായ, അതായത് ഇസ്രായേൽ ഒന്ന് രാജ്യം ഉണ്ടാക്കുമ്പോൾ നരകത്തിൻ്റെ വാതായനങ്ങൾ ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു മാനവരാശിക്ക് മുമ്പിലെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തെ സംബന്ധിച്ച് അപകടകരമായ ഒരു കീഴ്വഴക്കത്തിന് ഇന്ത്യൻ ജുഡീഷ്യറി തുടക്കം കുറിച്ചിരിക്കുകയാണ്.
BJP കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ RSSനെ കുറിച്ച്, സംഘ്പരിവാറിനെ കുറിച്ച് നമുക്കറിയാം അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അവരുടെ പ്ലാൻ എന്താണ്, അവരുടെ ആവശ്യം എന്താണ്, അവരുടെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ പ്രതീക്ഷയും അത്താണിയും കോടതിയാണ്. കോടതി പക്ഷേ രാഷ്ട്രീയമായ വിഭജന പദ്ധതികൾക്ക് അനുഗുണമാവുന്ന തരത്തിലുള്ള ഒരു കഥ തുറന്നു കൊടുത്തിരിക്കുന്നു. അതിൻ്റെ വിനാശം ഈ രാജ്യം അനുഭവിക്കും.